ഇതിലേക്ക് പുതിയതായിട്ട് വരുന്ന ആൾക്കാരോട് എന്താണ് ഷിയാബ്ക്കൊക്കെ പറയാനുള്ളത്? പുതിയതായിട്ട് വരുന്ന ആൾക്കാരെന്ന് പറയാൻ പറ്റി ഈ ഫീൽഡിൽ വരണ്ടെന്നേ പറയും. കാരണം എന്ന് വെച്ചാല് എന്താ പറയണ്ടേ, ജോലി ഇതിൽ കുറച്ച് മാറ്റി വെക്കേണ്ടി വരും. ഇപ്പോഴത്തെ ടൈമിനായിട്ട് മാറ്റി വെക്കേണ്ടി വരും. അപ്പൊ ജോലി നഷ്ടപ്പെടും. ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. പരമാവധി വരാണ്ട് വെക്കുന്ന ഈ ഫീൽഡ് നല്ലത്. കാരണം നമ്മളെല്ലാം അങ്ങനെയാണ് കുറച്ച് വെട്ടുപോയത്. എന്നാൽ നമ്മളെ കാര്യങ്ങൾ നോക്കലുണ്ട്, എന്നാലും പറഞ്ഞു വരുന്നത്. പിന്നെ ഇപ്പം ഭക്ഷണത്തിന് ഭയങ്കര റേറ്റ് അപ്പൊ ഫുഡിനെല്ലാം കുറച്ച് നല്ല റേറ്റ് ഉണ്ട്. അങ്ങനെ അവസ്ഥയാണ്. എക്സ്ട്രാ മെഡിസിൻസും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഈ സീസൺ ടൈമിന്? അല്ലെങ്കിൽ മീൻ ഗുളിക അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ? ഇല്ല. ഞാൻ ഇപ്പൊ അടുത്ത് 2 വർഷമായിട്ട് വിമറാള് സാധനം കൊടുക്കലുണ്ട്. വയറിളക്കം അത് സീസൺ ചെറുക്ക് വെച്ച് ഇളക്കുന്ന മുന്നേ കൊടുക്കുമല്ലോ വയറിളക്കം. അത് വിമറാളും പിന്നെ പ്രോബി ബൂസ്റ്റ് കൊടുക്കലുണ്ട്. വേറെ പിന്നെ ഓമോദ്രവം എന്ന് പറഞ്ഞു, അയ്മോദ്രവം ചിലർക്ക് ഓമോദ്രവം ചേർന്ന് അയ്മോദ്രവം എന്ന് പറയും. അത് ആഴ്ചയിൽ 2 തവണ എന്തായാലും എല്ലാ പ്രാണിയും കൊടുക്കുന്നുണ്ടല്ലോ. പിന്നെ ഫുഡിൽ തന്നെയാണ്. പിന്നെ കൂട് വൃത്തിയാക്കി നമുക്ക് മസ്റ്റ് വേണ്ടെന്ന് വെച്ചാൽ കൂട് വൃത്തി. അങ്ങനെ അസുഖം പരമാവധി ഉണ്ടാവില്ല. പിന്നെ ആഴ്ചയിലൊരിക്ക വെയിലത്തിട്ട് കുളിപ്പിക്കും. മസ്റ്റ് വേണം. എന്നാ പിന്നെ തന്നെ ഒരുപാട് രോഗങ്ങളൊന്നും രക്ഷപ്പെടും. പിന്നെ വരേണ്ടത് എന്തായാലും വരും. അത് വേറെ പരമാവധി ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മള് നിലവില് ഈ ക്ലബിന്റെ മുകളിൽ നിങ്ങൾ പോറ്റുന്ന പ്രാവുകൾ മൊത്തം പറപ്പിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള പ്രാവുകളാണ്. ഇപ്പൊ നിലവിൽ ഇതില് കുഞ്ഞെടുക്കുന്നത് നിങ്ങൾ എവിടെ നിന്നാണ്? ഇപ്പം നിലവില് സ്നേഹിതന്മാരെ കൂട്ടുന്ന കൊണ്ടുവരലാണോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ എവിടെ നിന്ന് വെച്ച് കുഞ്ഞെടുക്കുന്നുണ്ടോ? എങ്ങനെയാണ് കുഞ്ഞെടുക്കല്? എന്റെ വീട്ടിൽ നിന്ന്. ഇപ്പൊ ഞാൻ 2 വർഷമായിട്ടാണ് 3 വർഷമായിട്ട് പ്രാന വീട്ടിൽ പറത്താട്ടെ. പറത്തിയ പ്രാവ് വീട്ടില് ഉണ്ട്, വലിയ ജോഡി പ്രാവ്. അവിടുന്ന് കുഞ്ഞിറക്കിയിട്ട് ഇവിടെ കൊണ്ടുവരും. എല്ലാം ജോഡ് എല്ലാം വീട്ടിലാ ഉള്ളത്. പിന്നെ നമ്മളെ സ്നേഹത്തിന്റെ വീട്ടിലും വലിയ ജോഡി പ്രാവുണ്ട്. 2 വീട്ടിലുണ്ട്. അങ്ങനെ 3 വീട്ടിൽ നമുക്ക് ആവശ്യത്തിന് പ്രാവ് വേണ്ടിയെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തിട്ട് വന്നിട്ട് ഇടുക. ഇപ്പൊ നമ്മള് മൂന്നാമത്തെ ഇപ്പൊ ഏതെങ്കിലും ഒരു എന്റെ വീട്ടിൽ നിന്ന് പ്രാവ് എന്തെങ്കിലും നഷ്ടപ്പെട്ട് എന്തെങ്കിലും അസുഖമായി എന്തെങ്കിലും ആയി നഷ്ടപ്പെട്ടാൽ സ്നേഹത്തിന്റെ വീട്ടിലുണ്ട് ഇതേ ലൈനേജ് പ്രാവുണ്ട്. അങ്ങനെ 3 ഉണ്ട് ഇപ്പൊ. അതുകൊണ്ട് പ്രശ്നമില്ല, എന്തെങ്കിലും സംഭവിച്ചാലും പ്രശ്നമില്ല. നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് ഞങ്ങളെ ഒരു വില്ലേജ് ഓടന്റെ ഒരു ബ്രീഡിംഗ് വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നോക്കാം. അടുത്തൊരു വീഡിയോയിൽ അത് വില്ലേജ് ഓടൻ ഒരുപാടൊന്നുമില്ല, ലിമിറ്റഡ് ആക്കിയിട്ട് മാത്രമേ. അത്രേ ഉള്ളൂ. ശരി. ഇപ്പൊ നിലവിലിപ്പം നിങ്ങള് പറപ്പിക്കാനോ ഇനി ബാക്കി മരിക്കാനുള്ള പ്രാവുകളാണല്ലേ ഇവിടെ ഉള്ളത്? അത് നമ്മൾ ഈ ക്ലബിന്റെ മുകളിലാണ്. മുകളിലേക്ക് പോവാൻ. പറപ്പിക്കൽ മാത്രമല്ല, പറത്തല് മാത്രമേ ഉള്ളൂ. പക്ഷെ പറത്ത നമുക്ക് ശരിക്കും ഒരു പറത്ത ടൈം കിട്ടിയിട്ടില്ല, ജോലി സംബന്ധമായോണ്ട്. ഈ വർഷം അങ്ങനെ നല്ല രീതി പറത്തണമെന്നുണ്ട്. ഒരു സ്നേഹിതനുണ്ട് കൂടെ. വെള്ളക്കണ്ണല്ലേ ഈ ലൈനേജില് കുറച്ച് പ്രാവുണ്ട്. വേറൊരു വെള്ളപ്രാവുണ്ട്, കാണിച്ചില്ലേ? എല്ലാ പ്രാവും ഈ ഒരു ടൈപ്പ് കണ്ടത് തന്നെ ആയിരുന്നു അല്ലെ? ഒരു വെള്ളയില് ഡിസൈൻ ആയിട്ടുള്ള ടൈപ്പ്. ഇതുപോലെ 12 മണിക്ക് 11 മണിക്കെല്ലാം വിട്ടിട്ട് രാവിലെ 11 മണിക്ക് വിട്ടിട്ട് രാത്രി
10-12 മണി വരെ പറഞ്ഞോ. ഇതല്ലേ പെൺപ്രാവ് അല്ലേ? ഓക്കെ. ഒരു 6 മണിക്കൂർ ടൈമാക്കി വെച്ചോ. കരിങ്കല്ല ഇതിപ്പോ ഇത് വന്നിട്ട് ഒരു വേറെ തന്നെ വെറൈറ്റി മഞ്ഞ ഓറഞ്ച് ഇതിന്റെ അച്ഛൻ എന്റെ വീട്ടില് 3 വർഷം മുന്നേ നല്ല പ്രൈസ് വാങ്ങി തന്ന പ്രാവ് അല്ലേ? എന്റെ അച്ഛൻ അവിടെ ഉണ്ട്, വീട്ടിലുണ്ട്. അപ്പോൾ നമ്മുടെ ഈ എൻ്റെ പ്രാവും കൂടും ക്ലബും നമ്മുടെ കാര്യങ്ങളൊക്കെ പിന്നെ വീഡിയോ എടുക്കാൻ വന്ന ലാലുവിനും PGM ബോയ്സ് എന്ന ചാനലിനും നന്ദി രേഖപ്പെടുത്തുന്നു.